السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ നിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ തൗഹീദ് ഷിർക്ക് എന്നീ വിഷയത്തിനെ കുറിച്ചാണ്. അല്പം ദീർഘം തോന്നും, എന്നാലും നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു അറിവാണ് തൗഹീദ് ഷിർക്ക് എന്നുള്ളത്. അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്കെല്ലാ കാര്യങ്ങളിലും അറിവുണ്ടാവും. കുറേ വിഷയത്തിൽ ഭൗതികമായിട്ടുള്ള, പിന്നെ നമ്മളെ പരലോകത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് കുറേ അറിവുണ്ടാവും. പക്ഷേ ഏറ്റവും അനിവാര്യമായി എല്ലാ മുസൽമാനും എല്ലാ വിശ്വാസിയും പഠിച്ചിരിക്കേണ്ട ഒരു അറിവാണ് തൗഹീദ് ഷിർക്ക് എന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാതെ നമുക്ക് സ്വർഗം ലഭിക്കുകയില്ല. അതാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. തൗഹീദ് ഷിർക്ക് നമ്മൾ പഠിച്ച ജീവിതത്തിൽ നമ്മളെ ഉടനീളം ഞാനും നിങ്ങളും കൊണ്ടുവരണമെന്ന് ആദ്യം തന്നെ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം ഏതൊരു പരീക്ഷയിൽ നമ്മളിവിടെ വന്ന് ഒരു പരീക്ഷണത്തിന് വേണ്ടിയാണ്, ഒരു എക്സാമാണ് ഇവിടെ. അപ്പോൾ എക്സാമിൽ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുൽക്കിൽ 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്കിൽ ആദ്യത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങളെ മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുക. അക്സറു അമലല്ല, ഏറ്റവും കുറേ അമലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അല്ലാഹു പറഞ്ഞത് അയ്യുക്കും അഹ്സനു അമല, നന്നായി പ്രവർത്തിക്കുന്നത് ആരാ വേണ്ടിയിട്ടുള്ള എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഏതൊരു പരീക്ഷയിലും ആ പരീക്ഷയ്ക്ക് ഒരു പാസ് മാർക്ക് ഉണ്ടാവും. ആ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ സ്വർഗം നരകമാണെന്ന് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഈ ജീവിതത്തിലെ പാസ് മാർക്കാണ് തൗഹീദ് ഷിർക്ക് എന്നുള്ളത്. തൗഹീദിന് നേരെ ഓപ്പോസിറ്റാണ് ഷിർക്ക്, എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു 25 മാർക്കിൻ്റെ ഒരു പരീക്ഷയിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു 8 മാർക്കെങ്കിലും മിനിമം കാണും. അല്ലാതെ നമ്മൾ ബാക്കിയുള്ള വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ട് പാസ് മാർക്ക് ലഭിക്കാതെ വലിയ ക്വസ്റ്റ്യൻസാവും അല്ലെങ്കിൽ ഓപ്ഷണൽ ക്വസ്റ്റ്യനൊക്കെ പോയി കുറേ വാരി കൊലിച്ച് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ കുറേ അമലുകൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ നിസ്കരിച്ചിട്ടുണ്ടാവും, സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ തൗഹീദ് നമ്മൾ മനസ്സിലാക്കാതെ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഫെയിലിയറൊക്കെയാണ് പോണതെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു അലം. പിന്നെ പറയാനുള്ളത് വെച്ചാൽ ഇപ്പോൾ പാസ് മാർക്ക്. അപ്പോൾ നമ്മൾ ഈ ജീവിതത്തിൻ്റെ പാസ് മാർക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പാസ് മാർക്ക് ലഭിക്കണമെങ്കിൽ അതനുസരിച്ച് അത് പഠിച്ച് ജീവിതത്തിൽ പകർത്തി മരണപ്പെടണം, എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇവിടെ പറഞ്ഞാൽ ഒരു 60 വർഷം, ഒരു 70, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ സ്വഹീഹ് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് 60-70 ഇടയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു 60 വയസ്സ്. അപ്പോൾ വലിയ വലിയ ആളുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തൻറ്റിക് കാൽക്കുലേഷനിൽ വന്നത് എന്താ വെച്ചാൽ ഒരു 12 വർഷത്തോളം നമ്മൾ ഒരു ഉറക്കത്തിലാണ്. പിന്നെ കുറേ വർഷത്തോളം, ഒരു 10 വർഷത്തോളം 10-20 വർഷത്തോളം നമ്മളൊരു ബാല്യം, ഒരു ജാഹിലിയ്യ, നമ്മളൊരു കുട്ടിത്തം അല്ലെങ്കിൽ നമ്മളെ പഠനകാലം ഇങ്ങനെ പോകും. പിന്നെ കുറച്ച് വർഷങ്ങൾ മാത്രം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഇബാദത്ത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിയത്തുകളൊക്കെ നന്നാക്കി ഇബാദത്ത് ചെയ്യണം എന്നാണ് എന്നെയും നിങ്ങളെയും ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നത്. അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് തൗഹീദും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അപ്പോൾ തൗഹീദ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 72-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഹ്വാഹുമുൻ നാർ. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അത് അവന് ഹറാമാണ്, സ്വർഗം ഹറാമാണ്. അപ്പോൾ അവൻ്റെ സംഖ്യ നരകമാണെന്ന്. അപ്പോൾ ഷിർക്ക് അഥവാ തൗഹീദിന് നേരെ നേരെ ഷിർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മൾ നരകത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഷിർക്ക് ചെയ്ത ഇതിൻ്റെയൊക്കെ നമ്മൾ ബേസ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു തരും. മരണത്തിന് മുമ്പ് റൂഹ് തൊണ്ടക്കുയിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ തൗബ ചെയ്ത അതിന് മുമ്പ് ആയിട്ട് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏത് തിന്മ ചെയ്താലും ഷിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചെയ്ത് കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. ഇസ്ലാം സ്വീകരിച്ച് കഴിഞ്ഞാൽ ഷഹാദത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മുൻ പാപങ്ങളെല്ലാം പോവും. ഒരു പുതിയ ന്യൂ ബോൺ ബേബി മാതിരിയാണ് ഓൾ പിന്നെ ഉണ്ടാവുക. അപ്പോൾ അതേമാതിരി തന്നെയാണ് നമ്മൾ തൗബ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഷിർക്ക് ചെയ്താൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. പക്ഷേ നമ്മൾക്ക് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഷിർക്ക് അറിഞ്ഞ് അത് ഷിർക്കാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് ഷിർക്ക് ചെയ്തവരാണ്. ഓല് മരണപ്പെട്ട് കഴിഞ്ഞാലാണ് മനസ്സിലാക്കണം. അല്ലാഹു അഅലം. അല്ലാത്ത നമ്മൾ ഷിർക്ക് ജാഹിലിയായ മിക്ക ആൾക്കാരും ജാഹിലിയാകുമ്പോൾ ഓരോ ദിക്റുകളും ബാക്കിയുള്ള നമ്മൾ ഷിർക്കിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അന്നൊക്കെ നമ്മൾ തൗബ ചെയ്ത് അള്ളാഹു തൗബ സ്വീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ആൾക്കാരല്ല കേട്ടോ ഇവിടെ കുറിച്ച് പറയുന്നത്. നമ്മൾ മരണപ്പെട്ട് ഷിർക്കാണ് മനസ്സിലായിട്ട് അത് ഷിർക്കോടെ മരണപ്പെട്ട ആളുകളെ കുറിച്ചാണ് ഇവിടെ അത് അറിഞ്ഞിട്ടും അത് ഒരു പാലിക്കാതെ ജീവിച്ച അവരെ കുറിച്ചാണ്, അഹങ്കാരവും മൂലം ജീവിച്ച ആൾക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം ഓൽക്ക് എന്താണ് സ്വർഗം ഹറാമാണ് എന്നുള്ളതാണ്. ഇനി അടുത്ത സൂറത്തുൽ ഹജ്ജ് 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജ് 22 എന്നുള്ളത് കണക്ട് ചെയ്യട്ടെ നമുക്ക്. ആ ഹജ്ജ് ഇപ്പോൾ നമ്മൾ ജാ എഴുതുമ്പോൾ ഹജ്ജ് മലയാളത്തിലാണ് 2 ജാ ഉണ്ടല്ലോ. അപ്പോൾ 2 ജാ 2 ജാ പറയുമ്പോൾ അങ്ങനെ 22-ാമത്താണ് നമുക്ക് ഞാൻ പഠിക്കട്ടോ എല്ലാവർക്കും. ഞാൻ സിമ്പിളായിട്ട് 22-ാമത്തെ സൂറത്തുൽ ഹജ്ജാണ്. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ HCH എന്നല്ലേ. അപ്പോൾ 2 ജെ എന്നുണ്ടാകുമ്പോൾ ഹജ്ജ് 2 ജെ ആണല്ലോ. അപ്പോൾ 22-ാമത്തെ സൂറത്താണ് ഹജ്ജ്. ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതിൽ പറഞ്ഞു കേട്ടോ. ആ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ومن يشرك بالله فكأنما خر من السماء. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിർക്ക് ചെയ്താൽ വമൻ യുശ്രിക് ബില്ലാ ഷിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഫകഅന്നമാ ഖറ മിനസ്സമാ അവൻ ആകാശത്ത് നിന്ന് വീണ മാതിരിയാണ്. പിന്നെ പറവകൾ അവനെ റാഞ്ചി കൊണ്ടുപോകും. പിന്നെ ദൂരപ്പെട്ട കാറ്റുകൾ കൊണ്ടുപോയി അവനെ ദൂരപ്പെട്ട വേറെ സ്ഥലത്ത് കൊണ്ടുപോയി അവനെ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഷിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് ഫുള്ള് ബാത്തിലായി. ഒരു ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾ ഏറ്റവും സീറോക്ക് വന്ന അവസ്ഥയാണ്. ഏറ്റവും സീറോക്ക് തന്നെ എല്ലാ അവസ്ഥകളും ഭൗതികമായിട്ടുള്ള ജീവിതത്തിനും പരലോക ജീവിതത്തിൻ്റെ എല്ലാം ഓനതിൽ ഫെയിലിയറായി എന്നുള്ളതാണ്. ഇനി അടുത്ത ഇതിൻ്റെ പ്രാധാന്യം, തൗഹീദിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നത് സ്വഹീഹ് മുസ്ലിമിൻ്റെ ഒരു ഹദീസിൻ്റെ ആശയത്തിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ടാണ് ഒരാൾ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് ഹദീസാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ മനസ്സിലാക്കിയാൽ അത് ജീവിതത്തിലുണ്ടെങ്കിൽ അത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. സ്വർഗം ഓഫർ ചെയ്തിട്ടുള്ള കുറച്ച് ഹദീസുകൾ മാത്രമേ ഉള്ളൂ. ചില ദിക്റുകൾ ചൊല്ലി കഴിഞ്ഞാൽ സ്വർഗത്തിലാണ്. ഇപ്പോൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെ വൈകുന്നേരം ചില അതൊക്കെ സ്വർഗത്തിൽ മരണപ്പെട്ടവൻ സ്വർഗത്തിലാണ്. അങ്ങനെ കുറച്ച് ദിക്റുള്ളൂ. അപ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഖാലിദീന ഫിയ അബദ. സ്വർഗത്തിനും നരകത്തിനും അവിടെ കുറിച്ച് പറയുന്നിടത്തൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖാലിദീന ഫിയ അബദ എന്നൊന്നും അവിടെ എറ്റേണിറ്റിയാണ്. ഒരു എന്താ പറയുക ഒരു ടൈം ഗ്യാപ്പും ഇല്ല. ഇവിടെ പണ 60 കൊല്ലമാണ് ഞാൻ പറയില്ല. ഇപ്പോൾ കുറച്ച് കൊല്ലം 10-20 കൊല്ലം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ മര്യാദക്ക് ഒരു ഇബാദത്ത് ചെയ്യാനുള്ള 20-30 കൊല്ലം. അപ്പോൾ അവിടെ പറഞ്ഞാൽ ഉറക്കമില്ല മയക്കമില്ല. സ്വർഗത്തിൽ ഉറക്കമില്ല മയക്കമില്ല ഒന്നുമില്ല. ഫ്രീ ലൈഫാണ്. നമുക്ക് എന്താ വേണ്ടത് അത് മനസ്സിലെന്താണ് നമുക്കെന്താ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. നമ്മളൊന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അത്രയും മൈന്യൂട്ട് കാര്യങ്ങൾ വരെ വിശുദ്ധ ഖുർആൻ സ്വർഗത്തിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ സ്വർഗം അള്ളാഹു ഓഫർ ചെയ്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിന് ഷിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ സൂറത്തുൽ അംബിയ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയയിലെ 25-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലയ്യ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഒമാ അർസൽനാക അള്ളാഹു ഓരോ പ്രദേശത്തേക്കും റസൂലിനെ അയച്ചിട്ടില്ല. മുമ്പും റസൂലിനെ അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈ അന്നഹു
ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനല്ലാതെ, അള്ളാഹുവിനെ ഫഅ്ബുദ് ഇബാദത്ത് ചെയ്യാനല്ലാതെ പറയാനല്ലാതെ ഒരു റസൂലിനെ അയച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എല്ലാ നബിമാരെയും അയച്ചിട്ടുള്ള എല്ലാ റസൂലിനെ അയച്ചിട്ടുള്ളത് എന്ത് പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതോ തൗഹീദ് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളും പറയേണ്ടത് തൗഹീദാണ്. ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും സന്ദേശങ്ങളും പറയാൻ നമുക്ക് കുറേ ആളുകളുണ്ടാവും. ഇത് എന്തൊക്കെ നന്മകൾ പറയാനും ബാക്കിയുള്ള ഓരോ കാര്യങ്ങളും ചാരിറ്റബിൾ പ്രവർത്തനങ്ങളും ബാക്കിയുള്ള അതൊന്നും വേണ്ടെന്നല്ല, പക്ഷെ അതിൻ്റെയൊക്കെ മുമ്പ് പ്രാധാന്യപ്പെട്ട സാധനമാണ് ഈ തൗഹീദ് ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ നല്ല ചാരിറ്റി പ്രവർത്തനമാണ്, മുസ്ലിം ആയാലും മുസ്ലിങ്ങളായിട്ടോ ആയാലും രണ്ടായാലും കുറേ മുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഓരൊക്കെ സ്വീകരിക്കണമെങ്കിൽ തൗഹീദ് വേണം, അള്ളാഹുവിൽ ഏകദൈവ ഒരു വിശ്വാസമാണ്, അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു സ്വീകരിക്കില്ല എന്നാണ്. അപ്പം നമ്മൾ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ ബാക്കിയുള്ള ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ തൗഹീദ് മനസ്സിലാക്കി ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാ നബിമാരും വന്നത് എന്തിനാണ്? തൗഹീദ് പറയാൻ വേണ്ടിയിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ജീവിതം മുതൽ മരണം വരെ നമ്മൾ പറയേണ്ടത് തൗഹീദിനെ കുറിച്ചാണ്. തൗഹീദിൽ ഉറച്ചു നിന്ന് നമ്മൾ വിശ്വാസം ദൃഢമാക്കണമെന്ന് എന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അടുത്തൊരു ഹദീസല്ല, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു ഖൗലിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഖുറാനിൽ ഫുള്ള് തൗഹീദാണ്. ഒരു രീതിയിൽ മറ്റൊരു രീതിയിലല്ലേ, ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഖുറാനിൽ തൗഹീദാണ് എന്നതാണ്. ഒന്നെങ്കിൽ തൗഹീദിനുമായി ബന്ധമുള്ള ഒരു ആയത്താവും, അല്ലെങ്കിൽ തൗഹീദിൻ്റെ പ്രതിഫലം, തൗഹീദുള്ളവർക്കുള്ള പ്രതിഫലം സ്വർഗം, അഥവാ സ്വർഗ്ഗമാണ് ഉദ്ദേശിക്കുക. അപ്പോൾ സ്വർഗ്ഗമാണ് ഒരിക്കൽ തൗഹീദിൻ്റെ പ്രതിഫലം, തൗഹീദുള്ളവർക്ക് നിൽക്കുന്ന പ്രതിഫലം, തൗഹീദ് ഇല്ലാത്തവർക്കുള്ള ശിക്ഷ അഥവാ നരകം, ശിർക്ക് ചെയ്യുന്നവർക്കുള്ള ശിക്ഷ. തൗഹീദുമായി ബന്ധപ്പെട്ട എല്ലാ വിശുദ്ധ ഖുർആനിൽ പറയുന്ന തൗഹീദും എല്ലാ ആയത്തുകളിലും മിക്ക ആയത്തുകളിലും തൗഹീദിനെ കുറിച്ചാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൻ്റെ ആശയത്തിൽ ഇങ്ങനെ കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തുലാസിൽ വെച്ചാലും ആകാശഭൂമി വെച്ചിട്ട് ആകാശഭൂമികളെ, ആകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആകാശഭൂമികളെ, എല്ലാ ഭൂമികളെയും ഒരു തുലാസിൽ വെച്ചാലും ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകത്തിനാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയും നാവിന് വളരെ സുഖമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനൊക്കെ പറയും. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിനെ കുറിച്ച് പറയല്ലേ, സൈലൻറ്റ് വേർഡ് വിത്ത് എ ലൗഡ് മീനിങ് എന്നാണ് പറയല്. നമ്മൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരു എടുത്തുക്കണ ആളുമ്പോഴേ അറിയില്ല. അപ്പോൾ അതിൻ്റെ ഉച്ചാരണം വരെ അങ്ങനെയല്ല, ലാ ഇലാഹ നാവ് മാത്രമാണല്ലോ. അപ്പം അത്രയും മൈന്യൂട്ട് പറഞ്ഞാൽ പക്ഷേ അതിൻ്റെ ഡെപ്ത് നല്ലോണം ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ബാക്കിയുള്ളതിലും വളരെ അറിയാം. ഇപ്പോൾ നമ്മൾ റോഡ് മുക്കൊക്കെ നടന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ നല്ല പ്രതിഫലമാണ്. ദിക്റുകളിലാണ് നല്ല ടോപ്പ് ദിക്റുകളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുന്നുണ്ട്. അപ്പോൾ അള്ളാഹു അല്ലാതെ ആരാധന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ദൈവവും ഇല്ല, ഒരു ആരാധനയും ഇല്ല, ഒരു ഇലാഹും ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്നുള്ളതാണ് അതിന് മീനിങ് വരുന്നത്. അപ്പോൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തുലാസ്, ഒരു ആകാശഭൂമികളേക്കാൾ വലുതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. പിന്നെ മഹാനായ പണ്ഡിതൻ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു കൗലിൻ്റെ ആശയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗത്തിൻ്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിൻ്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ അതിൽ പ്രവേശിക്കണമെങ്കിൽ അതിൻ്റെ പല്ലുകളെ നമ്മൾ ലെവലാക്കിയിട്ട് ഓരോ പല്ലുകൾ ലെവലാക്കിയാൽ മാത്രമേ നമ്മൾ ആ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പല്ലുകൾ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഖുറാഫാത്തും ഷിർക്കും ചെയ്യുന്ന ആൾക്കാർ പോലും പറയണത് എന്താ വെച്ചാൽ സി എം വലിയുള്ളയും ബാക്കിയുള്ള ഓരോ മൊയ്തീൻ ഷെയ്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരും ഓരും രാവിലെ വൈകുന്നേരമൊക്കെ ചൊല്ലുന്ന ദിക്റുകളിലും നിസ്കാരത്തിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ. പക്ഷേ ഓലെ പല്ലുകൾ അഥവാ ഓലെ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഓലെ അറിവ് അത് ലെവലാക്കാനാണ്, പല്ലുകൾ ലെവലാക്കാനാണ് മഹാനായ പണ്ഡിതൻ ഹസൻ റഹിമഹുല്ലാഹ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ വേറെ മഹാനായ പണ്ഡിതൻ ഇബ്നുൽ റജബ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു കൗലുണ്ട്, തീർച്ചയായും തൗഹീദ് മഹത്വരമാണ്. അതിൽ നിന്ന് ഒരു അണുവോളം പാപങ്ങളുടെയും തിന്മകളുടെയും പർവ്വതങ്ങളുടെ മേൽ വെച്ചാൽ അവയെല്ലാം നന്മകളാക്കി മാറ്റും. വിശുദ്ധ ഖുർആനിൽ ഇതേമാതിരിയുള്ള ഒരു ആയത്തുണ്ട്, സൂറത്തുൽ ഫുർഖാനിലെ 70-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്ത് മടങ്ങി വരികയാണെങ്കിൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അല്ലാഹു വിൽ കൺവേർട്ട് യുവർ ബാഡ് ഡീഡ്സ് ഇൻടു ഗുഡ് ഡീഡ്സ്, അഥവാ നിങ്ങളുടെ തിന്മകളെ നന്മകളാക്കി മാറ്റും എന്നുള്ളത് അതേമാതിരിയുള്ള ഒരു ഇതാണ്. ഓർമ്മ എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ
എന്താ വെച്ചാൽ നന്മകളാക്കി മാറ്റും. ഇപ്പോൾ നമ്മൾ ഈ ഭാഷയിൽ ഇത് പറയുകയാണെങ്കിൽ ഈ ഹദീസിനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വലിയൊരു ബുർജ് ഖലീഫ അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക എവറസ്റ്റോ ആ എവറസ്റ്റിൻ്റെ മേലെ ഇപ്പോൾ നമ്മൾ ഒരു മറ്റേ അണ്ടർഗ്രൗണ്ട് എക്സ്പ്ലോഷൻ എന്നൊക്കെ പറയുമല്ലോ. ഇപ്പോൾ ഞാൻ മേലെ അതിൻ്റെ മേലെ ഒരു ലാഹിലായിലെല്ലാം വെക്കുമ്പോൾ ഒറ്റയടിക്കത് അടിഞ്ഞ് അണ്ടർഗ്രൗണ്ടിൽ പോകുമ്പോൾ ആ അവസ്ഥ ആലോചിക്കുകയാണ്. അതേമാതിരിയാണ് നമ്മളെ തിന്മകളും ബാക്കിയുള്ള എല്ലാം അതിൻ്റെ മേലെ നമ്മൾ ലാഹിലായിലുള്ള അഥവാ തൗഹീദ് സ്വീകരിച്ച് നമ്മൾ ജീവിതത്തിലുണ്ടെങ്കിൽ ഏറ്റവും അതെല്ലാം പൊളിച്ച് കഴിയുന്ന ഒരു സാധനമാണ് തൗഹീദ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. പിന്നെ അവസാനമായി ഇതിൻ്റെ പ്രാധാന്യത്തിൽ നമ്മൾ ഒരു ഹദീസുമാട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഹദീസിൻ്റെ ആശയത്തിൽ പറയുന്നുണ്ട്, നീ അള്ളാഹുവിനെ ഒരിക്കലും പങ്കു ചേർക്കരുത്. നിൻ്റെ ശരീരത്തെ കഷ്ണമാക്കിയാലും കത്തിച്ച് കളഞ്ഞാലും ശരി ശിർക്ക് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ത്യാഗത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്യുന്ന ഒരു ഇതാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ച സമയത്ത് തന്നെ എന്താ പറയുക, ആദ്യം ഘട്ടത്തിൽ ബിലാൽ റളിയല്ലാഹുവിന് കുറേ മർദ്ദനങ്ങളൊക്കെ ഏറ്റ സമയത്ത് ബിലാൽ റളിയല്ലാഹു പറയുന്നുണ്ട് അല്ലാഹദ് ഒരുവൻ ഏകൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, അന്നെന്താ നിങ്ങൾ അവന് ഏകൻ അള്ളാഹു അഹദ് പറഞ്ഞു ചോദിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു പറയുന്ന ഒരു മഹത്തായ ഒരു വാക്കുണ്ട്. ബിലാൽ റളിയല്ലാഹു പറയുന്നുണ്ട്, അന്ന് എനിക്ക് അള്ളാഹുവിനെ കുറിച്ച് അത് മാത്രം അറിയുമായിരുന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിവ് അന്ന് അത് മാത്രമുള്ള ഇനി എന്നുള്ള അഹദ്, അത് തൗഹീദ്, അത് മാത്രമുള്ള ഇനി എന്നുള്ളതാണ്. ഏറ്റവും മനോഹരമായ ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന തൗഹീദ് എന്താണ്, തൗഹീദും പിന്നെ ശിർക്കും. തൗഹീദിനെ കുറിച്ചാണ്. എന്താണ് തൗഹീദ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്നുള്ള പദം ഉത്ഭവിക്കുന്നത് വഹദ എന്നുള്ള പദത്തിൽ നിന്നാണ്. അപ്പോൾ വഹദ എന്ന് പറഞ്ഞാൽ ഏകനാക്കുക, നമ്മുടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുക, അവനോട് മാത്രം ചോദിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, ദുആ ഇബാദത്തുകളൊക്കെ അവനോട് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എന്താ പറയുക, ഈ തൗഹീദ് എന്നുള്ളത് തൗഹീദ് എന്നുള്ളത് 3 രീതിയിലാണ്, 3ആയിട്ട് നമുക്ക് വിഭജിക്കാം, മൂന്നാക്കി ഡിവൈഡ് ചെയ്യാം. തൗഹീദുൽ റുബൂബിയ്യ ഉണ്ട്, തൗഹീദുൽ ഉലൂഹിയ്യ ഉണ്ട്, തൗഹീദുൽ അസ്മാഇ സിഫ ഉണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ റുബൂബിയ്യത്ത്, അള്ളാഹുവിൻ്റെ എന്താ പറയുക റുബൂബിയ്യ റബ്ബാണെന്നുള്ള എന്താ പറയുക ഫസ്റ്റത്തെ ആണ് തൗഹീദുൽ റുബൂബിയ്യ. അതൊരു യൂണിവേഴ്സൽ ഫാക്ടറാണ്. അപ്പോൾ എന്താ വെച്ചാൽ തൗഹീദ് റബ്ബ് അള്ളാഹു ആണ്, നമ്മളെ പോറ്റി വളർത്തി ഘട്ടം ഘട്ടമായി വളർത്തുന്നവൻ അള്ളാഹു ആണ് എന്നുള്ളത് വിശ്വസിക്കുക. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. മഴ പെയ്യിക്കുന്നത് അള്ളാഹു ആണ്. അസുഖം മാറ്റുന്നത്, രോഗങ്ങളെ ഓരോന്നും മാറ്റുന്നത്, പിന്നെ എന്താ പറയുക, അങ്ങനെ ഓരോ സാധനങ്ങൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അഥവാ ഇതിലെല്ലാം റുബൂബിയത്തിൽ മിക്ക ആളുകളും ശരിയാണ്. ഓരോ വിഷയത്തിൽ ആരാണ് റബ്ബ് എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ മഴ പെയ്യും, മിക്ക ആൾക്കാരും വ്യത്യസ്തമായാലും ബാക്കിയുള്ളവരായാലും വളർത്തുന്നതും ജീവിക്കുന്നതും മരിപ്പിക്കുന്നതും ഒക്കെ എല്ലാം അള്ളാഹു ആണെന്ന് പറയും. പക്ഷെ ബാക്കിയുള്ളതിലാണ് ഒരു ഉലൂഹിയ എന്ന് പറയുമ്പോൾ ഇനി അടുത്ത രണ്ടാമത്തേതാണ് തൗഹീദുൽ ഉലൂഹിയ എന്ന് പറയും. ഉലൂഹിയ എന്ന് പറയുമ്പോൾ ആരാധനയുമായി ബന്ധപ്പെട്ട തൗഹീദാണ് ഉലൂഹിയ. ആരാധന വിഷയത്തിൽ ഷിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നിൽ ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഷിർക്കൊക്കെ പോകും എന്നുള്ളതാണ്. 3 ഉണ്ടെങ്കിൽ അതിൻ്റെ ഷിർക്കിൻ്റെ ഗൗരവം വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പം ആരാധനയുമായി ബന്ധപ്പെട്ട തൗഹീദ് അതാണ് തൗഹീദുൽ ഉലൂഹിയ. അപ്പം ഈ എന്താ പറയുക, നമ്മൾ ഈ മൊഹിദ്ദീൻ ഷെയ്ഖ് കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, CM വലിയുള്ള കാക്കണേ, അങ്ങനെ ഓരോ പണ്ഡിതന്മാരെ ഷെയ്ഖിനൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ ആരാധനയിൽ വരുന്ന ഷിർക്കാണ്. അപ്പോൾ അതിൽ എന്താ വെച്ചാൽ നമ്മൾ ആ ആരാധനയുമായി ബന്ധപ്പെട്ട അതിൽ നമ്മൾ ഫെയിലിയറായി എന്നുള്ളത്. അപ്പോൾ അള്ളാഹു ആരാണ്, റബ്ബ് അള്ളാഹു എന്നൊക്കെയാണോ മഴ പെയ്യിക്കണം ദുആ ചെയ്യണമൊക്കെ അതാവും. പക്ഷേ നമ്മൾ ഈ ആരാധനയുമായി ബന്ധപ്പെട്ട അതിൽ തൗഹീദുൽ ഉലൂഹിയയിൽ ഒരു ഫാൾട്ട് പറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഖുർആനിലൊക്കെ നമ്മൾ ഈ ഷെയ്ഖിന് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിളിക്കുന്ന സമയത്ത് ഖുർആനിൽ നമ്മൾ ആലോചിച്ചത്, ഖുർആനും ഹദീസിലൊക്കെ നമ്മൾ അള്ളാഹു റബ്ബന റബ്ബി അള്ളാഹുമ്മ അല്ലാതെ വേറെ ഒരു ദുആകളും ഇല്ല. എല്ലാ ദുആകളും അള്ളാഹുവിനെ വിളിച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടുള്ള ഒരു ദുആകളില്ല. പിന്നെ ഇത് ഖുർആനിൽ സൂറത്ത് സുമറിലെ 39ാമത്തെ സൂറത്ത് സുമറിലെ 36ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരു അടിമക്ക് അള്ളാഹ് പോരെ എന്നുള്ള ചോദ്യമാണ്. ഒരു അടിമക്ക് അള്ളാഹു പോരെ എന്നുള്ളത് നമ്മളിപ്പോൾ പറയലുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് ഓരോ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ
എനിക്ക് ഞാനില്ലടാ, എനിക്ക് ഞാൻ പോരെന്നൊക്കെ ചോദിക്കലില്ല. ഒരു വർത്തമാനം നമുക്കൊരു ഫാൻ ഫീലിംഗ് തരുമല്ലോ, അതേമാതിരിയാണ് അള്ളാഹു ചോദിക്കും ഒരു അടിമക്ക് അള്ളാഹ് പോരെ എന്നുള്ള ചോദ്യമാണ്. പിന്നെ എന്തിനാ നമ്മൾ വേറെ ആൾക്കാരെ വിളിക്കാൻ പോകുന്നത്? വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും നമ്മൾ ഒരു ദുആ അല്ലെങ്കിൽ ഇത് എല്ലായിടത്തും അള്ളാഹുവിനെ വിളിക്കാനാണ് പറഞ്ഞത്, വേറെയുള്ള ആരോടും. നമ്മളെന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹുവിനോടാണ് പറയേണ്ടത്, അല്ല വേറെ ആൾക്കാരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി അടുത്തതാണ് എന്താ വെച്ചാൽ തൗഹീദുൽ അസ്മാ സിഫ. അസ്മാ സിഫ പറഞ്ഞാൽ അള്ളാഹുവിന് ഖാസായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അള്ളാഹുവിന് മാത്രം കഴിയുന്ന അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ, അഥവാ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന് മാത്രം ഖാസായ ഗുണവിശേഷണങ്ങൾ വേറെയുള്ള ആൾക്കാർക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ശിർക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. അള്ളാഹു കേൾക്കുന്നത് പോലെ മൊയ്തീൻ ഷെയ്ഖും സ്കീമ വലിയ അള്ളാഹു കേൾക്കുമെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ശിർക്കായി. അള്ളാഹു കേൾക്കുന്നു പോലെ ഇതൊക്കെ പറഞ്ഞാൽ ഓനോട് പ്രാർത്ഥിക്കണം എന്നുള്ളത് ഷിർക്കിൻ്റെ ഇതിൽ പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഷിർക്കാണെന്നുള്ളതാണ്. അപ്പോൾ ഓല് പ്രാർത്ഥിക്കണില്ല, അപ്പോൾ ഓലവിടെ ഖബറിൽ പോയിട്ട് ഖബറിൻ്റെ സിയാറത്തിന് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നില്ല, എന്നാലും ഓൽക്ക് ആ വിശ്വാസം ഉണ്ട്, വിളിച്ച ഓല് കേൾക്കും, ഓല് വഴി എന്താ പറയുക അങ്ങനെ കിട്ടും, ഓരോ അടുപ്പം കിട്ടും അള്ളാഹുവിൽ, അങ്ങനെയൊക്കെ വിശ്വസിച്ചാൽ തന്നെ അത് ഷിർക്കാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അള്ളാഹു കാണുന്ന അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷങ്ങളിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു ജീവിപ്പിക്കുന്നത് പോലെ മരിച്ചുപോയ ബാക്കിയുള്ള മഹാന്മാക്കൾ ജീവിപ്പിക്കുമെന്ന് വിശ്വസിച്ച ശിർക്കാവും. അതേമാതിരിയുള്ള ഓരോ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെല്ലാം വേറെയുള്ള ആൾക്കാർക്ക് വകവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ശിർക്ക് സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് 3 ഇനങ്ങൾ, തൗഹീദിൻ്റെ 3 ഇനങ്ങൾ. ഞാൻ ഏറ്റവും വളരെ ചുരുക്കിയാണ് പറഞ്ഞത്, ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളും ഞാനും പഠിക്കണമെന്നാണ് ഞാൻ അത് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ തൗഹീദിന് 3 ഉണ്ട്: തൗഹീദ് റുബൂബിയ്യ, ഉലൂഹിയ്യ, അസ്മാ സിഫ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നിൽ ശിർക്ക് ഒന്നിൽ അപാകത, ഏതെങ്കിലും ഒന്ന് ഫാൾട്ട് പറ്റി കഴിഞ്ഞാൽ ശിർക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പം ഒന്നിലും നമ്മൾ ഫാൾട്ട് വരുത്തത് എന്തും അള്ളാഹു പറഞ്ഞത് അതേമാതിരി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ നാമഗുണങ്ങൾ അതേമാതിരി വിശ്വസിച്ച് എല്ലാം ഇബാദത്ത് അള്ളാഹുവിനെ മാത്രം എടുത്ത് ജീവിക്കണമെന്ന് നിങ്ങളെയും എന്നെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകി നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് ഷിർക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഷിർക്ക് എന്ന് പറയുമ്പോൾ ഷിർക്ക് എന്ന് പറഞ്ഞാൽ ശരീക്ക് അഥവാ നമ്മളൊരു പങ്കുകാരൻ, ഒരു പാർട്ട്ണറിനെ ആക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ പുറമെ വേറെ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അതാണ് ഷിർക്കിലേക്ക് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ പറയാം. അപ്പോൾ ഷിർക്ക് എന്നിപ്പോൾ നമുക്ക് പറയുമ്പോൾ ഷിർക്ക് 2 ടൈപ്പിലാണ്, 2 രീതിയിലാണ് ഷിർക്കിനെ ഡിവൈഡ് ചെയ്തത്. ഷിർക്കുൽ അക്ബറും ഉണ്ട്, ഷിർക്കുൽ അസ്ഗറും ഉണ്ട്. അപ്പം വലിയ ഷിർക്കും ഉണ്ട്, ചെറിയ ഷിർക്കും ഉണ്ട്. അപ്പോൾ ഏത് ഷിർക്കായാലും ആ ഭാഗത്തേക്ക് നമ്മൾ പോകരുത്. എന്താ വെച്ചാൽ അത്രയും ഞാൻ പറഞ്ഞില്ല അതിൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞു. ഷിർക്ക് ചെയ്താൽ സ്വർഗ്ഗം ഹറാമാണ്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വിവേചനം പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ ഷിർക്കിൻ്റെ ഇത് ഡിവൈഡ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഒരു ഷിർക്കുൽ അക്ബറും അക്സറും എന്താ വെച്ചാൽ ചെറിയ ഷിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മില്ലത്തിൽ നിന്ന് പുറത്തു പോകില്ല എന്നുള്ളത്, ഇസ്ലാമിൽ നിന്ന് അതോ പുറത്തു പോകില്ല. പക്ഷേ ഷിർക്കുൽ അക്ബർ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അതിൽ പറയുന്നുണ്ട് ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഷിർക്ക് ചെയ്യുന്ന പക്ഷം എല്ലാ അമലുകളും ഒളിച്ചു കളയുന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഷിർക്കുൽ അക്ബറിൽ പെട്ടതാണ്. അഥവാ ഈ ഷിർക്കുൽ അക്ബർ ചെറിയ ഷിർക്ക് നമ്മളെ നിയത്തിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ അത് എന്താ പറയുക അത് വലിയ ഷിർക്കും പോകാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇങ്ങനെ വരുന്നുണ്ട്: മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക്. ആരെങ്കിലും തമീമത്ത് അഥവാ ചരടുകൾ, മന്ത്രിച്ചൂതിട്ടുള്ള ബാക്കിയുള്ള ചരടുകൾ, ഏലസുകൾ, ബാക്കിയുള്ള എന്തെങ്കിലും അങ്ങനത്തെ ഈ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഷിർക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഷിർക്ക് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറാണ്. അപ്പോൾ പണ്ഡിതന്മാർ ഇതിന് എന്താ വെച്ചാൽ അത് നിയത്തിനനുസരിച്ച് നമ്മളെ വിശ്വാസത്തിനനുസരിച്ച് അതിൽ ഷിർക്കുൽ അക്ബർക്ക് പോവും, ചെറിയ ഷിർക്കൊക്കെ പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ചരട് കെട്ട് ബാക്കിയുള്ള ഈ പരിപാടികളൊന്നും നമുക്ക് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി എന്താ വെച്ചാൽ ഞാൻ ഓരോന്ന് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത്, എന്തൊക്കെയാണ് ഈ വലിയ ഷിർക്കും ചെറിയ ഷിർക്കും എന്നുള്ളതെല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഷിർക്കുൽ അക്ബറിൽ പെട്ടതാണ് എന്താ വെച്ചാൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇബാദത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ, ഖബറിനെ തവാഫ് ചെയ്യുക, ആ വിശ്വാസ ഇബാദത്ത് ഒക്കെ ഇത് എന്താ പറയുക അതൊക്കെ അള്ളാഹുവിന് പുറമെ വേറെയുള്ള ആൾക്കാർക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഷിർക്കുൽ അക്ബറിലേക്ക് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആത്മാക്കളെ വിളിക്കൽ, അങ്ങനത്തെ ഓരോ പരിപാടികൾ, പിന്നെ എന്താ പറയുക
ഞാൻ പറഞ്ഞു അസ്മാ സിഫാകൾ നേരത്തെ പറഞ്ഞതിൽ കുറേ ഓപ്പോസിറ്റുകളാണ് ഇവിടെ വരിക. നേരെ ഓപ്പോസിറ്റ്, ഷിർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തൗഹീദ്. അപ്പോൾ ആ ഇതിൽ ജസ്റ്റ് ഒന്ന് വേർതിരിച്ച് പറയാമെന്നുള്ളൂ അങ്ങോട്ടും ഇത്. അപ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അള്ളാഹു കാണുന്നത് പോലെ ബാക്കിയുള്ള അള്ളാഹു കാണും. അള്ളാഹുവിൻ്റെ എന്താ പറയുക, ഖാസായിട്ടുള്ള അള്ളാഹുവിന് മാത്രമുള്ള കഴിവുകൾ വേറെ ഉള്ള ആൾക്കാർക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഷിർക്കുൽ അക്ബറിലേക്കാണ്, ഏറ്റവും വലിയ ഷിർക്കിലേക്കാണ് പോകുന്നത് നാം മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മളെന്താ പറയുക, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അറക്കുന്ന അറവുകൾ, പിന്നെ എന്താ പറയുക ജിന്നുകൾക്ക് വേണ്ടി ഇറക്കുന്ന അറവുകൾ, ജാറത്തിന് വേണ്ടി ഇറക്കുന്ന അറക്കൽ, ബലികർമ്മങ്ങൾ, അങ്ങനത്തെ ഓരോ പരിപാടികൾ അതൊക്കെ ഷിർക്കുൽ അക്ബറിലേക്കാണ് പോകുന്നത് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ ഈ അള്ളാഹുവിന് മാത്രമായിട്ട് ഖാസായ കഴിവുകളുണ്ടല്ലോ, അള്ളാഹു മക്കളെ തരിക, പിന്നെ ബാക്കിയുള്ള ഓരോ മരിപ്പിക്കുക, ജീവിപ്പിക്കുക, അതൊക്കെ അള്ളാഹുവിൻ്റെ ഇതൊക്കെ നമ്മൾ വേറെ ആൾക്കാർക്ക് വക വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഷിർക്കുൽ അക്ബറിലേക്ക് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ഷിർക്കുൽ അക്ബറിൻ്റെ എന്താ പറയുക, അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അമലുകൾ ഫുള്ള് ബാത്തിലാവുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ രണ്ടാമതാണ് നരകം കാലാകാലം നരകത്തിലാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് പിന്നെ ഈ ഷിർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷിർക്കുൽ അക്ബർ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് അള്ളാഹു പുറത്ത് തരില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അള്ളാഹു ആലം. പിന്നെ എന്താ പറയുക, ചെറിയ ഷിർക്കിനെ കുറിച്ചാണ് ഇനി ഇൻഷാ അല്ലാഹ് പറയുന്നത്. അപ്പോൾ ചെറിയ ഷിർക്ക് നമ്മൾ മില്ലത്തിൽ നിന്ന് പുറത്തു പോവില്ല. അപ്പോൾ അത് സംസാരം മുഖേന ആവാം. എന്താ വെച്ചാൽ റിയാ നമ്മൾ രോഗമാന്യത, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതൊക്കെ ഷിർക്കുൽ ചെറിയ ഷിർക്ക് എന്നുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ചെയ്ത് മരണപ്പെട്ട അള്ളാഹുവിൻ്റെ റിയാ ചെയ്ത് ആരെങ്കിലും ഒരു മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു പറയും എന്നുള്ളതാണ്, അവനോട് നീ അന്നേ ദിവസം നീ അവനോട് പോയി അതിൻ്റെ പ്രതിഫലം ചോദിക്കുക എന്നുള്ളതാണ്. അപ്പം അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഷിർക്കുൽ ഈ റിയ എന്നുള്ളതാണ്. പിന്നെ റിയ എന്നുള്ളത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, റിയ എന്നുള്ള പറഞ്ഞത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമസ്കരിക്കുകയാണെങ്കിൽ ആൾക്കാരെ കാണാൻ വേണ്ടി നമസ്കാരം ഒന്നും പാടെ സൂപ്പറാക്കുക, അങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എക്സാമ്പിളാക്കി കൊടുത്തിട്ടുള്ളത്. ഷിർക്കിൻ്റെ ചെറിയ ഷിർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് തന്നേക്കാം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു പുറത്ത് തരാതിരിക്കാം. അത് അള്ളാഹുവിൻ്റെ കയ്യിൽ പെട്ടതാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത്. പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ വെച്ചാൽ തൗഹീദിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് എന്താ വെച്ചാൽ തൗഹീദിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് നമ്മൾ ഈ ഷിർക്കിനെ ഭയക്കുക എന്നുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹീഹ് ഹദീസിൻ്റെ ആശയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഞാൻ ഏറ്റവും ചെറിയ ഷിർക്കിനെയാണ് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തൗഹീദിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് ഷിർക്ക് ഭയക്കുക. പിന്നെ വേറെ ചെറിയ ഷിർക്കിൽപ്പെട്ടതാണ് നമ്മൾ അള്ളാഹു അല്ലാത്ത ഇതിനെ കുറിച്ച് സത്യം ചെയ്യുക. നമുക്ക് സത്യം ചെയ്യേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അള്ളാഹുവിനെ സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മാത്രമാണ്. ബാക്കിയുള്ള ആരെ ഇതാക്കിയിട്ടും നമ്മൾ സത്യം ചെയ്യരുത്. അപ്പം നമ്മൾ കഅബയാണ് സത്യം അഥവാ ഖുർആനാണ് സത്യം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ചെറിയ ഷിർക്കിൽ പെട്ടതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. പിന്നെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഷിർക്കിനെയും നമ്മൾ ചെറുതാക്കി കാണരുത്. ഏത് ഷിർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. അത് ചെറിയ ഷിർക്കാണെങ്കിൽ അത് പതിയെ നമ്മളത് വലിയ ഷിർക്കിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഞാൻ എൻ്റെ സംസാരം നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒരു പ്രാർത്ഥനയും അവസാനമായ ഒരു പ്രാർത്ഥനയാണ് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ വരുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അല്ലാഹുവേ, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കു ചേർക്കുന്നതിലും അഭയം തേടുകയാണ്. ഞാൻ അറിയാതെ നിന്നിൽ നിന്ന് ഷിർക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ മാപ്പ് നൽകണേ എന്നുള്ള ദുആമ്പാടെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. നമുക്ക് എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനോട് മാത്രം ദുആകളും ഇബാദത്തുകളും എല്ലാം അള്ളാഹുവിന് മാത്രം അർപ്പിക്കണം. എല്ലാ തേട്ടങ്ങളും എല്ലാ വിനയവും അഭൗതികമായിട്ടുള്ള സഹായത്തേട്ടവും ഭൗതികമായിട്ട് സഹായിക്കാൻ നമ്മൾ ആരും കഴിയില്ല. അഭൗതികമായി അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഈ നമ്മളെ സഹായിക്കുള്ളൂ. അദൃശ്യമായ നീലും ബാക്കിയുള്ള എല്ലാ രീതിയിലും ഒരു സൂപ്പർ നാച്ചുറൽ പവർ, അതോ ഒരു ശക്തി, ഒരു കവി, എല്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എല്ലാ പ്രയാസങ്ങളിലും എല്ലാ സാഹചര്യത്തിലും നമ്മൾ രക്ഷിക്കുക. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം എല്ലാ അവസ്ഥയിലും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഉറക്കത്തിൽ നീച്ചു കഴിഞ്ഞാലും അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ആരാധിക്കുക. ഏതൊരു അവസ്ഥയിലായാലും, നിങ്ങൾ ഏതൊരു മോശമായ അവസ്ഥയിലായാലും പ്രതികൂലമായ അവസ്ഥയിലായാലും
അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനോട് മാത്രം ദുആകളും ഇബാദത്തുകളും ചെയ്യുക എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ചെറിയ ഒരു വാക്ക് കൊണ്ട് പോലും നമ്മൾ അള്ളാഹുവിലേക്ക് ശിർക്ക് ചെയ്യാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ ഒരു അടിമക്ക് അള്ളാഹ് പോരെ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ജീവിതം കൊണ്ട് ഉത്തരം പറയണം ഇൻഷാ അള്ളാഹ്. നമുക്ക് അള്ളാഹു മാത്രം മതി എന്നുള്ളത് നമ്മൾ ജീവിതം കൊണ്ട് ഉത്തരം പറയണം ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് വിട്ടുപോയ എല്ലാ പാപങ്ങളും, നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകി മഗ്ഫിറത്ത്, അള്ളാഹു ഒരു സെക്കൻഡ് പോലും നമ്മളെ നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ സംസാരം അഥവാ ഈ സംസാരം ഒരു അമലായി അതൊരു സ്വീകാര്യപ്പെടുന്ന ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കണേ ആ സംസാരം ഇൻഷാ അള്ളാഹ്. അള്ളാഹു ഈ ഒരു സംസാരം ഒരു സ്വാലിഹായ അമലാക്കി അള്ളാഹു ഞാൻ സ്വീകരിക്കണേ റഹ്മാനായ റബ്ബ്. ഈ ഒരു സംസാരം നമ്മളുടെ തിന്മകളെ നന്മകളാക്കാൻ കാരണമാക്കണേ അള്ളാഹു റഹ്മാനായ റബ്ബ്. അള്ളാഹു നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ കുറേ വ്യക്തികളുണ്ട്, നമ്മുടെ കുടുംബത്തിലുള്ളതും നമ്മുടെ ഉപ്പായാലും ഉമ്മയായാലും എല്ലാവരായാലും അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനായ റബ്ബ്. അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ റഹ്മാനായ റബ്ബ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.